ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന സുവോളജിയിലുള്ള ചാപ്റ്ററിലെ ഒരു ക്വിക്ക് റിവിഷനാണ്. പെട്ടെന്ന് നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒന്ന് ഓടിച്ചിട്ട് പറയാൻ പോവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CM അക്കാഡമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതല്ല ഐഫോൺ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് സ്റ്റോറിൽ അവിടെ നിങ്ങൾക്ക് ഈ ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ ചാപ്റ്റർ തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അനിമൽസിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് 3 ടൈപ്പ് ഉണ്ട്: അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അമണോടെലിസം. യൂറിയ ആണെന്നുണ്ടെങ്കിൽ യൂറിയോടെലിസം, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിസം. ഓക്കെ, അമോണിയ മോസ്റ്റ് ടോക്സിക് ഫോം ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ മോർ എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അതുകൊണ്ട് തന്നെ അമോണോടെലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് എപ്പോഴും അക്വാട്ടിക് ആയിരിക്കും. യൂറിയൊക്കെ മീഡിയം ടോക്സിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ മീഡിയം എമൗണ്ട് ഓഫ് വാട്ടർ മതി. അതുകൊണ്ട് തന്നെ യൂറിയോടെലിക് അനിമൽസ് എപ്പോഴും അക്വാട്ടിക് ആവാം, ടെറസ്ട്രിയൽ ആവാം. ഓക്കെ, യൂറിക് ആസിഡ് ലീസ്റ്റ് ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ ലോ എമൗണ്ട് ഓഫ് വാട്ടർ മതി. അതുകൊണ്ട് തന്നെ ആ ഓർഗാനിസംസ് എപ്പോഴും എന്തായിരിക്കും? ടെറസ്ട്രിയൽ ആയിരിക്കും. അമണോടെലിക്കിന് എക്സാമ്പിളാണ് ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്. യൂറിയോടെലിക്കിന് എക്സാമ്പിളാണ് മാമൽസ്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മറൈൻ ഫിഷസ്. യൂറിക്കോടെലിക്കിന് എക്സാമ്പിളാണ് ബിർല എന്ന് ആലോചിക്കുക. എന്താ ബിർല? ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുക, നമ്മൾ പറയുകയാണ് കുറച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസിനെ കുറിച്ച്. പ്ലാറ്റി ഹെൽമിന്തസ്, റോട്ടിഫേഴ്സ്, ആംഫിയോക്സസ്, ഇവർക്കൊക്കെ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ. ഓക്കെ, പിന്നെ എർത്ത് വേംസ് ആൻഡ് അതർ അനലിഡ്സിന് എന്താ ഉള്ളത്? നെഫ്രീഡിയാണ്. പിന്നെ ഇൻസെക്ട്സ് ലൈക്ക് കോക്രോച്ചസിന് എന്താ ഉള്ളത്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അടുത്തതോ ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺസ്, അവർക്ക് എന്താ ഉള്ളത്? ആൻറ്റിനൽ ഗ്ലാൻസ് ഓർ ഗ്രീൻ ഗ്ലാൻസ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് പാർട്സ് ഓഫ് കിഡ്നി. കിഡ്നിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഹൈലം ഉണ്ട്, റീനൽ പെൽവിസ് ഉണ്ട്, കാലിക്സ് ഉണ്ട്, മെഡുല്ലറി പിരമിഡ്സ് ഉണ്ട്, കോളംസ് ഓഫ് ബെർട്ടീൻ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും പൊതുവെ ചോദിക്കാറില്ല, ഇനി അഥവാ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാന്നുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് കിഡ്നിൻ്റെ ഉള്ളിലെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. ഓക്കെ, ഒരു നെഫ്രോണിന് 2 പാർട്സ് ഉണ്ട്: ഗ്ലോമേറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ഓക്കെ, ഈ റീനൽ ട്യൂബ്യൂളിൽ വീണ്ടും 5 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ബൊമാൻസ് ക്യാപ്സ്യൂള്, PCT, ഹെൻലേസ് ലൂപ്പ്, DCT, കളക്റ്റിംഗ് ഡക്റ്റ്. ഓക്കെ, അതിൽ നിങ്ങൾ പഠിച്ചു വെക്കണം, ഗ്ലോമേറുലസിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മക്കളെ മാൽപീജിയൻ ബോഡി, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? റീനൽ കോർപ്പസൽ. ഇതിൻ്റെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിർബന്ധമായിട്ടും നോക്കണം, എക്സാമിന് ചോദിക്കണോ സിനാണ്. ഗ്ലോമേറുലസ് പ്ലസ് ബൊമാൻസ് ക്യാപ്സ്യൂളിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? മാൽപീജിയൻ ബോഡി, അല്ലെങ്കിൽ എന്താ വിളിക്കുക? റീനൽ കോർപ്പസൽ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറയുകയാണ് പെരിട്യൂബുലാർ കാപ്പിലറീസും വാസാറക്റ്റയും നെഫ്രോണോട് ചേർന്നിട്ടുള്ള സ്ട്രക്ചറാണ്. പിന്നെ ഞങ്ങൾ പഠിക്കണം 2 ടൈപ്പ് നെഫ്രോണുകളുണ്ട്. ഓക്കെ, ഇക്കൊല്ലത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് 2 ടൈപ്പ് നെഫ്രോൺ? ഒന്നിൻ്റെ പേരാണ് മക്കളെ കോർട്ടിക്കൽ നെഫ്രോൺ, അടുത്തതോ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കോർട്ടിക്കൽ നെഫ്രോൺസിന് ഷോർട്ട് ഹെൻലേസ് ലൂപ്പാണ്, എന്നാൽ ജക്സ്റ്റാ മെഡുലറിക്ക് ലോങ് ഹെൻലേസ് ലൂപ്പാണ്. കോർട്ടിക്കൽ നെഫ്രോൺസിന് മോസ്റ്റ് ലെങ്ത് ആർ ഇൻ കോർട്ടെക്സിലാണ്, എന്നാൽ ജക്സ്റ്റാ മെഡുലറിക്ക് മോസ്റ്റ് ലെങ്ത് ആർ ഇൻ മെഡുല്ലയിലാണ്. ഓക്കെ, കോർട്ടിക്കൽ നെഫ്രോണിന് വാസാറക്റ്റ ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആണ്. എന്നാൽ ജക്സ്റ്റാ മെഡുലറിയിൽ വാസാറക്റ്റ് എന്താണ്? പ്രസൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയാം കോർട്ടിക്കൽ നെഫ്രോൺ ആണ് മോർ ഇൻ നമ്പർ, ജക്സ്റ്റാ മെഡുലറി നെഫ്രോണോ ലെസ് ഇൻ നമ്പർ ആണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു യൂറിൻ ഫോർമേഷന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ഗ്ലോമേറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. പറഞ്ഞു പഠിക്കണം കേട്ടോ. അടുത്തത് ഗ്ലോമേറുലാർ ഫിൽട്രേഷനിൽ നമ്മൾ പറയുകയാണ് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയൽ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ പോഡോസൈറ്റ്സ്. ഓക്കെ, 1 മാർക്കിന് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്ലഡ് ആർ ഫിൽറ്റേർഡ്. ഓക്കെ, മിക്കവാറും കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്ലഡ് ഫിൽറ്റർ ഉണ്ട് എക്സെപ്റ്റ് പ്രോട്ടീൻസ്. അതുകൊണ്ട് തന്നെ ഗ്ലോമേറുലാർ ഫിൽട്രേഷൻ നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അൾട്രാ ഫിൽട്രേഷൻ. പിന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, അവിടെ നിങ്ങൾ പഠിക്കണം GFRൻ്റെ ഫുൾ ഫോം എന്താ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഗ്ലോമേറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ്. എന്താണ് GFR എന്ന ഡെഫിനിഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ കിഡ്നീസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ കിഡ്നീസ് ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ എമൗണ്ട് ആണെന്ത്? GFR അഥവാ ഗ്ലോമേറുലാർ ഫിൽട്രേഷൻ റേറ്റ്. പിന്നെ അടുത്തതോ, ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ ഒരു മിനിറ്റിലെ GFR 125 ml ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 180 ലിറ്ററാണ്. ഓക്കെ, പക്ഷേ അതിൽ 99% ഓഫ് ഫിൽട്രേറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കും ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടത്തുന്നത് ഏതൊക്കെ കെമിക്കൽസിനാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം, ആക്റ്റീവായിട്ട് റീഅബ്സോർപ്ഷൻ നടത്തുക ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, Na+ ആണ്. പാസീവ് റീഅബ്സോർപ്ഷൻ ആരെയാണ് നടത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണം നൈട്രോജീനസ് വേസ്റ്റുകളെയും അതേപോലെ വാട്ടറിനെയൊക്കെയാണ് എന്ത് നടത്തുക? പാസീവ് റീഅബ്സോർപ്ഷൻ നടത്തുക. ഓക്കെ അല്ലേ? അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുകയാണ് ട്യൂബുലാർ സെക്രീഷൻ.
ചില സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യും യൂറിനിലേക്ക്. ഏതൊക്കെയാണ് സാധനങ്ങൾ? H+, K+, NH3 അമോണിയ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ ചോദിക്കും. എന്താ ട്യൂബുലാർ സെക്രീഷൻ്റെ സിഗ്നിഫിക്കൻസ്? ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡുകളുടെ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് നിലനിർത്താൻ എന്ത് സഹായിക്കുന്നു? ട്യൂബുലാർ സെക്രീഷൻ സഹായിക്കുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് ആണ്. ഫിൽട്രേറ്റിന് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം? ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് മക്കളെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. 1 മാർക്കിന് ചോദിക്കും എന്താ മെക്കാനിസത്തിൻ്റെ പേര്? കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. ഓക്കെ, കൗണ്ടർ കറൻറ്റ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെയിൻ 2 സ്ട്രക്ചേഴ്സ് ആണ് ഏതൊക്കെ? ഹെൻലേസ് ലൂപ്പും വാസാറക്റ്റിയും. രണ്ടാൾക്കാരും കൗണ്ടർ കറൻറ്റിലാണ്, ഓപ്പോസിറ്റ് ഫ്ലോയിലാണ്. ഓക്കെ, ഈ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം ഉണ്ടാക്കുന്ന അഥവാ ഓസ്മോളാരിറ്റി കൂട്ടുന്ന 2 കെമിക്കലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം NaCl-ഉം യൂറിയാണ്. ഈ NaCl-ഉം യൂറിയാണ് എന്ത് ചെയ്യുക? ഇൻക്രീസിങ് ഓസ്മോളാരിറ്റി ടുവേർഡ്സ് മെഡുല്ലറി ഇൻ്റർസ്റ്റീഷ്യം. മെഡുല്ലറി ഇൻ്റർസ്റ്റീഷ്യത്തിലെ ഓസ്മോളാരിറ്റി കൂട്ടുന്ന 2 കെമിക്കലുകൾ ഏതൊക്കെയാണ്? NaCl-ഉം യൂറിയും. അതിൻ്റെ ഭാഗമായിട്ട് കോർട്ടെക്സിൽ അവിടുത്തെ ഓസ്മോളാരിറ്റി 300 മില്ലി ഓസ്മോൾ പെർ ലിറ്ററാണ്. എന്നാൽ മെഡുല്ലയിൽ 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്ററുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. കിഡ്നി ഫംഗ്ഷൻ്റെ റെഗുലേഷൻ. അതിൽ ഒന്നാമത്തെ റെഗുലേഷൻ ആണ് മക്കളെ റെഗുലേഷൻ ബൈ ഹൈപ്പോതലാമസ്. ഓക്കെ, എന്താ അവിടെ സംഭവിക്കുക? അവിടെ GFR ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ GFR ഡിക്രീസ് ചെയ്യുമ്പോൾ ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യപ്പെടും? ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഹൈപ്പോതലാമസ് ടു റിലീസ് ADH ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഹൈപ്പോതലാമസ് പോയിട്ട് ന്യൂറോ ഹൈപ്പോഫൈസിസിന് ADH എന്ന് പറയുന്ന ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ADH എന്താ ചെയ്യാൻ തരുമോ? ADH വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യിപ്പിക്കും. പറയാം മക്കളെ, ADH എന്തിനെ റീഅബ്സോർബ് ചെയ്യുക? വാട്ടറിനെ ഫ്രം DCT ടു പ്രിവെൻറ്റ് ഡയോറസിസ്. അതിൻ്റെ ഭാഗമായിട്ട് GFR കൂടും. അപ്പോൾ GFR കുറഞ്ഞു കഴിഞ്ഞാൽ ആ GFRനെ എന്ത് ചെയ്യും? കൂട്ടും. ഇനി അതല്ലാതെ ചെയ്യുന്ന ഒരു മെക്കാനിസം ADH ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ. ബ്ലഡ് വെസലിനെ ചുരുക്കുന്ന ആൾ. ഓക്കെ, അങ്ങനെ ചുരുങ്ങിയ വോളിയം കുറയും. വോളിയം കുറഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിയാലും GFR എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇതാണ് റെഗുലേഷൻ ബൈ ഹൈപ്പോതലാമസ്. അടുത്തത് റെഗുലേഷൻ ബൈ JGA. എന്താ JGAൻ്റെ ഫുൾ ഫോം? ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ്. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുക? അവിടെയും GFR കുറയുന്നു. GFR കുറയുമ്പോൾ JG സെൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. അവർ റിലീസ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ പേരാണ് മക്കളെ റെനിൻ. ഈ റെനിൻ പോയിട്ട് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു. ആ ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആവുന്നു. ഓക്കെ, ആ ആൻജിയോടെൻസിൻ 2 2 രൂപത്തിലാണ് GFR കൂട്ടുക. ഒന്ന്, ഇറ്റ് ആക്ടിവേറ്റ്സ് അഡ്രിനൽ കോർട്ടെക്സ് ടു റിലീസ്. എന്ത് റിലീസ് ചെയ്യാനാ? ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കും. ഈ ആൾഡോസ്റ്റിറോൺ പോയിട്ട് എന്തിനൊക്കെ റീഅബ്സോർബ് ചെയ്യുക? Na+ ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തും. പറയാം മക്കളെ, ആൾഡോസ്റ്റിറോൺ എന്തിനെ റീഅബ്സോർബ് ചെയ്യുക? Na+നെയും വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. അപ്പോഴും GFR എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ 2ഉം വാസോ കൺസ്ട്രിക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോഴും GFR എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി മൂന്നാമത്തെ റെഗുലേഷൻ ആണ് മക്കളെ റെഗുലേഷൻ ബൈ ഏട്രിയ. ഓക്കെ, അവിടെ GFR കൂടുക. അപ്പോൾ GFRനെ കുറക്കണം. GFR കൂടുമ്പോൾ ഏട്രിയ ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് മക്കളെ ANF. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കെമിക്കൽ കോർഡിനേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. അവരൊരു വാസോ ഡൈലേറ്റർ ആണ്. വാസോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽ, ഡൈലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക. ബ്ലഡ് വെസലിനെ വികസിപ്പിച്ചാൽ വോളിയം കൂടും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ GFRും എന്ത് ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ ANF മെക്കാനിസം റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ചെയ്യുക. ഇതാണെന്ത്? റെഗുലേഷൻ ബൈ ഏട്രിയ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മിക്ടുറീഷൻ ആണ്. എന്താ മിക്ടുറീഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് പാസിംഗ് ഔട്ട് ഓഫ് യൂറിൻ. യൂറിൻ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മിക്ടുറീഷൻ. പിന്നെ നമ്മൾ യൂറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒരാളുടെ യൂറിൻ അനലൈസ് ചെയ്താൽ അസുഖങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് യൂറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഒരാളുടെ യൂറിൻ നോക്കുമ്പോൾ ആ യൂറിനിൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഓക്കെ, യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസ് യൂറിയ. അതല്ല പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ. യൂറിനിൽ കീറ്റോൺ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കീറ്റോൻ യൂറിയ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അയാൾക്കുള്ള അസുഖമാണ് മക്കളെ ഡയബറ്റിസ് മെലിറ്റസ്. ഏതാ അസുഖം? ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, അടുത്തത് റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനിൽ മറ്റു ഓർഗൻസിന് റോൾ ഉണ്ട്. എന്തൊക്കെയാണ്? ലങ്സിൻ്റെ റോളാണ് മക്കളെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനൊക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതേപോലെ ലിവർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. അവർ ബിലിറുബിൻ, ബിലിവേർഡിൻ പോലത്തെ കെമിക്കലുകൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതേപോലെ സ്വെറ്റ് ഗ്ലാൻഡ് NaCl, യൂറിയ, ലാക്റ്റിക് ആസിഡ് പോലത്തെ സാധനങ്ങൾ റിമൂവ് ചെയ്യും. ഓക്കെ, സെബേഷ്യസ് ഗ്ലാൻഡ് സെബം ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റിറോൾസ്, ഹൈഡ്രോ കാർബൺ, വാക്സസ് പോലത്തെ സാധനങ്ങളെയും എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് പുറമെ മറ്റു ചില ഓർഗൻസും എക്സ്ക്രീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഡിസോർഡേഴ്സ് ആണ്. 3 ഡിസോർഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. എല്ലാ ചാപ്റ്ററിലെയും ഡിസോർഡേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഒന്നാമത്തെ ഡിസോർഡറാണ് മക്കളെ യുറീമിയ. ഓക്കെ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ബ്ലഡിൽ യൂറിയ അടിഞ്ഞുകൂടുക. എന്തുകൊണ്ട്? ഡ്യൂ ടു മാൾ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി. കിഡ്നി മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, കിഡ്നി മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഡ്യൂ ടു മാൾ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നീസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കും റീനൽ ഫെയിലിയറിന്
ഓക്കെ, റീനൽ ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ ചോദിച്ചാൽ ഞങ്ങൾ പറയണം ഹീമോഡയാലിസിസ് ആണ് യുറീമിയൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതല്ല അക്യൂട്ട് റീനൽ ഫെയിലിയർ. നോക്കൂ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള റീനൽ ഫെയിലിയർ, കിഡ്നി അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീമോഡയാലിസിസ് പറ്റില്ല. അവിടെ എന്താ ചെയ്യുക? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നടത്തുക, കിഡ്നി മാറ്റി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ അസുഖമാണ് മക്കളെ റീനൽ കാൽക്കുലൈ. അവിടെ എന്താ സംഭവിക്കുക? ഫോർമേഷൻ ഓഫ് സ്റ്റോൺ ഓർ ഇൻസൊല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട്സ്. ഓക്കെ, അഥവാ ഓക്സലേറ്റ്സ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. കിഡ്നിൻ്റെ ഉള്ളിൽ സ്റ്റോൺ ഉണ്ടാവുക, അതാ മൂത്രക്കല്ല് എന്നൊക്കെ പറയും. ഓക്കെ, മൂന്നാമത്തെ അസുഖമാണ് മക്കളെ എന്ത്? ഗ്ലൊമേറുലോനെഫ്രൈറ്റിസ്. നോക്കൂ, ഐറ്റിസ് വന്നു. ഐറ്റിസ് വന്നാൽ ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലൊമേറുലസ് ആണ് എന്ത്? ഗ്ലൊമേറുലോനെഫ്രൈറ്റിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ പ്ലസ് വണ്ണിലൊക്കെ പല കുട്ടികളും മര്യാദയ്ക്ക് പഠിക്കാതൊക്കെ പോകുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. കുട്ടികൾക്ക് എക്സാം ആകുമ്പോഴാണ് പല കുട്ടികൾക്കും ഒരു ബോധം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിൽ അങ്ങനെ പഠിച്ചിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്ലസ് ടുവിൽ അത് ആവർത്തിക്കരുത്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സുവർണാവസരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കണ കൂടെ തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലസ് ടുവിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ CM അക്കാഡമിയിൽ എടുക്കുക. മന്ത്ലി വെറും 399 മാത്രമേ വരുന്നുള്ളൂ. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.